നമ്മൾ ഇന്ന് നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററായ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സിലേക്കാണ് റെഡിയായി വന്നിരിക്കുന്നത്. ഈ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി ആൻജിയോസ്പേം എത്രത്തോളം സവിശേഷതയുള്ള സസ്യവിഭാഗമാണെന്ന് നമ്മൾ കാണുകയുണ്ടായി. ആൻജിയോസ്പേം ഇത്രയേറെ സവിശേഷത ഉള്ളതായി മാറാൻ കാരണം അവയിലെ പൂക്കൾ തന്നെയാണ്. നമ്മുടെ ചുറ്റുപാടും ഇത്രയേറെ പച്ചപ്പ് വരാൻ കാരണവും ആൻജിയോസ്പേമിലെ പൂക്കൾ തന്നെയാണ്. ആ പൂക്കളുടെ വേൾസിനെ കുറിച്ചും അവ നിർവഹിക്കുന്ന ധർമ്മത്തെക്കുറിച്ചും വളരെ വിശദമായി നിങ്ങൾ പഠിക്കുകയുണ്ടായി. ആൻജിയോസ്പേം സസ്യങ്ങൾക്ക് പൂക്കൾ എത്രത്തോളം പ്രയോജനപ്രദമാണെന്ന് നമ്മൾ കണ്ടു. സസ്യങ്ങൾക്ക് മാത്രമല്ല, മനുഷ്യർക്കും ഈ പൂക്കളെ കൊണ്ട് ഒട്ടേറെ ഉപകാരമുള്ളതായി നിങ്ങൾ കാണുകയുണ്ടായി. അതുകൊണ്ട് തന്നെ മനുഷ്യൻ വാണിജ്യാടിസ്ഥാനത്തിൽ പൂക്കളെ വളർത്തുന്നുണ്ട്. ഇൻ ദിസ് വേ ഗ്രോയിങ് ഓഫ് ഓർണമെൻ്റൽ പ്ലാന്റ്സ് ആൻഡ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആർ കോൾഡ് ഫ്ലോറികൾച്ചർ. നമ്മൾ വിശദമായി പഠിച്ചു ഒരു പൂവിൻ്റെ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടായ ആൻഡ്രീഷ്യത്തെക്കുറിച്ച്. ആൻഡ്രീഷ്യത്തിൻ്റെ പാർട്സ് നന്നായി മനസ്സിലാക്കി. അതുപോലെ തന്നെ ആന്തറിൻ്റെ ഡെവലപ്മെൻറ്റ്, formation of anther walls also I think you have learned very well. അതിനുശേഷം സ്പോറോജീനസ് ടിഷ്യൂവിനെ കണ്ടായിരുന്നു. ആ സ്പോറോജീനസ് ടിഷ്യൂവിൽ നിന്നും പോളൻ ഗ്രെയിൻസ് ഉണ്ടായത് കണ്ടു. പോളൻ ഗ്രെയിനിനുള്ളിൽ മെയിൽ ഗമീറ്റ് ഫോം ചെയ്തതായി നമ്മൾ കണ്ടു. ഒന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻറ്റിൽ ആദ്യം നടക്കുന്നത് ഗാമിറ്റോജനസിസ് ആണെന്ന്. അപ്പോൾ ഇവിടെ മെയിൽ ഗമീറ്റിൻ്റെ ഫോർമേഷൻ നമ്മൾ നന്നായി പഠിച്ചു. ഇനി നമ്മൾ പഠിക്കുന്നത് ഫിമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടായ ഗൈനീഷ്യത്തെക്കുറിച്ചാണ്. യു നോ, ഗൈനീഷ്യം ഈസ് ദ ഫിമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് എ ഫ്ലവർ. ദ യൂണിറ്റ്സ് ഓഫ് ഗൈനീഷ്യം ആർ കോൾഡ് pistils. See the pistils. There are so many variations in pistil. ചില പൂക്കളിലെ ഗൈനീഷ്യത്തിൽ ഒരു പിസ്റ്റിൽ ആണ് ഉള്ളത്. എന്നാൽ മറ്റു ചില പൂക്കളിലെ ഗൈനീഷ്യത്തിൽ ഒന്നിൽ കൂടുതൽ പിസ്റ്റിൽ കാണാൻ പറ്റും. ഇത്തരത്തിൽ ഒരു പൂവിൽ ഒരു പിസ്റ്റിൽ മാത്രമേ ഉള്ളൂ എങ്കിൽ that condition is called monocarpellary condition. In monocarpellary condition, the gynecium has only one pistil. But in the case of multicarpellary condition, we can see more than one pistil. ഈ ചിത്രം ഒന്ന് നോക്കിയേ. ഇതിൽ നിങ്ങൾക്ക് എത്ര പിസ്റ്റിൽ അഥവാ കാർപ്പൽ കാണാൻ പറ്റുന്നുണ്ട്? ആ സ്റ്റിഗ്മ ഒന്ന് എണ്ണി നോക്കിയേ. 5 എണ്ണം കാണാം അല്ലേ? അപ്പോൾ ചില ഗൈനീഷ്യത്തിലെ പിസ്റ്റിലുകളുടെ എണ്ണം ഒന്നിൽ കൂടുതലായിരിക്കും. അവയാണ് മൾട്ടി കാർപ്പലറി കണ്ടീഷൻ. ഈ മൾട്ടി കാർപ്പലറി കണ്ടീഷനിൽ 2 കണ്ടീഷൻ നമുക്ക് കാണാൻ പറ്റും. ഈ പൂവൊന്ന് നോക്കിയാൽ ഇതിലെ ഗൈനീഷ്യത്തിലുള്ള പിസ്റ്റിലുകളെല്ലാം തന്നെ ചേർന്നിരിക്കുന്നതായി കാണാൻ പറ്റും. ഇഫ് ദ പിസ്റ്റിൽസ് ആർ സീൻ ജോയിൻഡ്, ദിസ് കണ്ടീഷൻ ഈസ് കോൾഡ് സിൻകാർപ്പസ് കണ്ടീഷൻ. എന്നാൽ ഒന്നിൽ കൂടുതൽ പിസ്റ്റിൽ ഉണ്ടായിരിക്കും. മൾട്ടി കാർപ്പലറി കണ്ടീഷൻ തന്നെയാണ്. പക്ഷേ ഈ പിസ്റ്റിലുകൾ ഒന്നും തന്നെ ഇങ്ങനെ യോജിച്ചിരിക്കത്തില്ല. സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചത് തന്നെയാണ്. ഇഫ് ദ പിസ്റ്റിൽസ് ആർ ഫ്രീ, such a condition is called apocarpous condition. മൾട്ടി കാർപ്പലറി പിസ്റ്റിലുള്ള 2 സസ്യങ്ങൾ ആണ് പപ്പാവറും മൈക്കീലിയയും.
പപ്പാവർ അഥവാ പോപ്പി ചെടിയിൽ മൾട്ടി കാർപ്പലറി സിങ്കാർപ്പസ് പിസ്റ്റിലാണ് ഉള്ളത്. എന്നാൽ മൈക്കീലിയയിൽ മൾട്ടി കാർപ്പലറി അപ്പോകാർപ്പസ് പിസ്റ്റിലാണ് ഉള്ളത്. മൾട്ടി കാർപ്പലറി പിസ്റ്റിലുള്ള മറ്റൊരു പ്ലാന്റാണ് ഹിബിസ്കസ്. ലെറ്റ് us see the parts of a pistil. ഈ pistil ഒന്ന് നോക്കിയേ, എത്ര ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്? In the top portion you can see a receptive part. This receptive part is called stigma. We can say stigma is the landing platform for the pollen grains. Below the stigma you can see a long slender part. This is the style. Below the style you can see a swollen or bulged portion. This portion is called ovary. See the figure. ആ ഓവറിക്ക് ഉള്ളിലായിട്ട് ഒരു അറ കാണാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? ഈ ഓവറിക്ക് ഉള്ളിൽ കാണുന്ന അറ പോലുള്ള ഭാഗത്തെ പറയുന്ന പേരാണ് ovarian cavity or locule. So we can say the cavity seen inside the ovary is locule. In the locule you can see placenta. From the placenta the ovules originate. നമ്മൾ +1 ക്ലാസ്സിൽ പ്ലാസെൻറ്റയിൽ ഒവ്യൂൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതിയെക്കുറിച്ച് പഠിച്ചു. എന്താണ് ആ അറേഞ്ച്മെൻറ്റിന് പറഞ്ഞ പേര്? ദേ ആരോ പറഞ്ഞു. ആരാ പറഞ്ഞത്? വെരി ഗുഡ്, ഇറ്റ് ഈസ് പ്ലാസെൻറ്റേഷൻ. ദ മോഡ് ഓഫ് അറേഞ്ച്മെൻറ്റ് ഓഫ് ഓവ്യൂൾസ് ഇൻ ദ പ്ലാസെൻറ്റ ഈസ് കോൾഡ് പ്ലാസെൻറ്റേഷൻ. ഈ പ്ലാസെൻറ്റേഷൻ എത്ര തരമുണ്ടെന്ന് ചിത്രത്തിൽ നോക്കി ഒന്ന് പറയാൻ ശ്രമിച്ചേ. +1 പഠിച്ചത് തന്നെയാണ്. ഈ പ്ലാസെൻറ്റേഷൻ ആണ് ഒരു ഒവ്യൂൾ സീഡായി മാറുമ്പോൾ സീഡിൻ്റെ അറേഞ്ച്മെൻ്റ് ആയിട്ട് നമുക്ക് ഫ്രൂട്ടിനുള്ളിൽ കാണാൻ പറ്റുന്നത്. നിങ്ങൾക്കറിയാം, ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ദ ഓവറി ചേഞ്ചസ് ടു fruit and the ovules changes to seed. In some fruits you can see only one seed. അപ്പോൾ ആ ഓവറിയിൽ എത്ര ഓവ്യൂൾ ഉണ്ടാകും? ഒറ്റ ഓവ്യൂളേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ആ ഫ്രൂട്ടിനുള്ളിൽ ഒറ്റ സീഡ് മാത്രം കാണാൻ പറ്റുന്നത്. എന്നാൽ ഈ ചിത്രങ്ങളെല്ലാം ഒന്ന് നോക്കിയേ, നിറയെ സീഡ് കാണാൻ പറ്റുന്നില്ലേ? ഇനി നമുക്ക് ഈ ഒവ്യൂളിൽ ഏതൊക്കെ പാർട്സ് ആണ് ഉള്ളതെന്ന് നോക്കാം. ലെറ്റ് us see the parts of an ovule. The ovule is otherwise known as megasporangium. Let us see the parts of an ovule. നമ്മൾ നേരത്തെ കണ്ട ആ ഓവറിയുടെ ചിത്രം ഒന്നും കൂടെ നോക്കിയേ. ആ ഓവറിയിൽ നിന്നും പ്ലാസെൻറ്റ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്താണ് ഒവ്യൂള് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആ ഒവ്യൂളിനെ നമ്മൾ നന്നായി നോക്കുവാണെങ്കിൽ ഒത്തിരി ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഒവ്യൂൾ ഓവറിയുമായി അറ്റാച്ച് ചെയ്തിരിക്കുന്നത് പ്ലാസെൻറ്റയിലാണ്. പ്ലാസെൻറ്റയും ഓവ്യൂളും തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നത് ഒരു ചെറിയ ഭാഗം വഴിയാണ്. ഇതിനെ നമുക്ക് ഒവ്യൂളിൻ്റെ സ്റ്റോക്ക് എന്ന് പറയാം. ഈ സ്റ്റോക്കിൻ്റെ പേരാണ് ഫ്യൂണിക്കിൾ. സോ വി ക്യാൻ സേ ഫ്യൂണിക്കിൾ ഈസ് ദ സ്റ്റോക്ക് ഓഫ് ദ ovule which connects the ovule with the placenta. ചിത്രം ഒന്നും കൂടി നോക്കിയേ. ഈ ഫ്യൂണിക്കിൾ അവസാനിക്കുന്നിടത്ത് നിന്നാണ് ഒവ്യൂളിൻ്റെ ബോഡി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഒവ്യൂളിൻ്റെ ബോഡിയെയും ഫ്യൂണിക്കിളിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് ഹൈലം. സോ ഹൈലം ഈസ് ദ ജംഗ്ഷൻ ബിറ്റ്വീൻ ഫ്യൂണിക്കിൾ ആൻഡ് ബോഡി ഓഫ് ദി ഒവ്യൂൾ. ചിത്രം ഒന്നുകൂടി നോക്കിയേ. ഒവ്യൂളിനെ ആവരണം ചെയ്തുകൊണ്ട് ഒരു എൻവലപ്പ് പോലുള്ള ഭാഗം കാണുന്നുണ്ടോ? ദിസ് ഈസ് ദ പ്രൊട്ടക്റ്റീവ് എൻവലപ്സ് ഓഫ് ഒവ്യൂൾ. ദിസ് പ്രൊട്ടക്റ്റീവ് എൻവലപ്പ് ഈസ് കോൾഡ് ഇൻറ്റഗുമെൻറ്റ്. ഹൗ മെനി ഇൻറ്റഗുമെൻറ്റ്സ് യു ക്യാൻ സീ? എത്ര എണ്ണം കാണാം? ഏസ് 2 ഇൻറ്റഗുമെൻറ്റുകളെ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ? ദ ഇൻറ്റഗുമെൻറ്റ് seen outside is called outer integument and the integument seen inside is called inner integument. ഈ ഇൻറ്റഗുമെൻറ്റുകൾക്ക് ഉള്ളിലായി കുറേ കോശങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. Inside the integument or we can say
The integuments are enclosing a mass of cells. The mass of cells seen enclosed by the integuments is called nucellus. ഇത് പാരൻകൈമ കോശങ്ങളാണ്. ഇവയിൽ നിറച്ച് റിസർവ് ഫുഡ് മെറ്റീരിയൽസും ഉണ്ട്. സോ nucellus cells are parenchymatous and they contain abundant reserve food materials. ഈ ഇൻറ്റഗുമെൻറ്റ്സ് ന്യൂസെല്ലസിനെ മുഴുവനായും കവർ ചെയ്യുന്നുണ്ടോ? ഇല്ല അല്ലേ? ഒരു ഭാഗത്ത് യു ക്യാൻ സീ എ സ്മോൾ ഓപ്പണിംഗ്. ദിസ് ഓപ്പണിംഗ് ഈസ് കോൾഡ് മൈക്രോപൈൽ. സോ വി ക്യാൻ സേ മൈക്രോപൈൽ ഈസ് an opening. Opposite to micropyle is the chalasal end or chalasa. It represents the basal part of the ovule. So these are the major parts of an ovule. I think you have familiarized all the parts of ovule and its peculiarities. ഇനി നമുക്ക് 2 അസൈൻമെൻറ്റുകളുണ്ട്. ഈ 2 അസൈൻമെൻറ്റുകൾ തയ്യാറാക്കി ടീച്ചറിന് അയച്ചു കൊടുക്കണം. First one, copy the figure and label the parts of an ovule. Second one, observe the table and complete the table. ഇത് ഒരു 2 കോളമുള്ള ടേബിളാണ്. ഫസ്റ്റ് കോളത്തിൽ യു ക്യാൻ സീ ദ പാർട്സ് ഓഫ് ഓവ്യൂൾ. സെക്കൻഡ് കോളത്തിൽ പെക്യുലാരിറ്റീസും. ചിലത് പൂരിപ്പിച്ചിട്ടുണ്ട്. പൂരിപ്പിക്കാനുള്ളത് പൂരിപ്പിച്ച് ടീച്ചർക്ക് സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് ഈ ഒവ്യൂളിൻ്റെ ചിത്രം ഒന്നും കൂടി നന്നായി നിരീക്ഷിക്കാം. ഈ ഒവ്യൂളിനുള്ളിലായി ഒരു എംബ്രിയോ സാക്ക് ലേബൽ ചെയ്തിരിക്കുന്നു അല്ലേ? അപ്പോൾ ഈ ന്യൂസെല്ലസിൽ നിന്നും എങ്ങനെയാണ് എംബ്രിയോ സാക്ക് ഫോം ചെയ്തത്? ഒവ്യൂളിനുള്ളിൽ ഉള്ള മാസീവ് സെൽസിനെ പറയുന്ന പേരാണ് ന്യൂസെല്ലസ്. അത് നമ്മൾ പഠിച്ചു. ഈ ന്യൂസെല്ലസിലുള്ള ഒരു സെല്ല് കുറച്ച് വലുതാകും. ഇത്തരത്തിൽ നിറയെ റിസർവ് ഫുഡ് മെറ്റീരിയലൊക്കെയുള്ള ഈ വലിയ സെല്ലിനെ പറയുന്ന പേരാണ് മെഗാസ്പോ മദർ സെൽ അഥവാ MMC. വാച്ച് ദ ഫിഗർ. ഈ ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ആ വലിയ MMCയെ നിങ്ങൾക്ക് കാണാൻ പറ്റും. വാട്ട് വിൽ ബി ദ പ്ലോയിഡി ഓഫ് ദിസ് MMC? ഇറ്റ് ഈസ് ഡിപ്ലോയിഡ്. അപ്പോൾ ഡിപ്ലോയിഡ് സെല്ലിൽ നടക്കുന്ന സെൽ ഡിവിഷൻ ഏതാണ്? ഇറ്റ് ഈസ് മയോസിസ്. ഈ മെഗാസ്പോർ മദർ സെൽ മിയോസിസിന് വിധേയമായി ആദ്യം 2 സെല്ലുള്ള ഒരു കണ്ടീഷൻ ഉണ്ടാകുന്നുണ്ട്. ദിസ് കണ്ടീഷൻ ഈസ് കോൾഡ് മെഗാസ്പോർ ഡയാഡ്. ഇനി അടുത്തതായി ഈ മെഗാസ്പോർ ഡയാഡ് ഒന്നും കൂടി വിഭജിച്ച് 4 കോശങ്ങൾ ഉണ്ടാകും. ഈ 4 കോശങ്ങളുള്ള ഈ കണ്ടീഷനെ പറയുന്ന പേരാണ് മെഗാസ്പോർ ടെട്രാഡ്. സോ ലെറ്റ് us see the process once again. One of the cells in the nucellus becomes the megaspore mother cell. This megaspore mother cell undergoes meiosis to form 4 haploid megaspores. So what will be the ploidy of these megaspores? Are they haploid or diploid? They are haploid. ഒരു മെഗാസ്പോർ മദർ സെല്ലിൽ നിന്നും മിയോസിസ് വഴി 4 മെഗാസ്പോറുകൾ ഉണ്ടാകുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് മെഗാസ്പോറോജനസിസ്. So we can say megasporogenesis is the process in which 4 megaspores are formed through meiosis. ഒവ്യൂളിൻ്റെ മറ്റൊരു പേരാണ് മെഗാസ്പൊറാഞ്ചിയം എന്ന് ഞാൻ പറഞ്ഞു. എന്തുകൊണ്ടാണ് ഒവ്യൂളിനെ മെഗാസ്പൊറാഞ്ചിയം എന്ന് പറയുന്നത് എന്ന് നോക്കാം. ഒവ്യൂളിനകത്താണ് മിയോസിസ് വഴി മെഗാസ്പോറുകൾ ഉണ്ടാകുന്നത്. ഇനി നമുക്ക് ഈ 4 മെഗാസ്പോറുകൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. Now let us see what happens to these 4 megaspores. Out of these 4 haploid megaspores, 3 degenerate and 1 becomes functional. This functional megaspore becomes the embryo sac. ഈ ഫങ്ഷണൽ മെഗാസ്പോർ എംബ്രിയോ സാക്ക് ആകുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇതിൽ വരുന്നതെന്ന് നമുക്ക് നോക്കാം. സാധാരണഗതിയിൽ സെൽ ഡിവിഷൻ നടക്കുമ്പോൾ ന്യൂക്ലിയസിൻ്റെ വിഭജനത്തെ തുടർന്ന് സൈറ്റോപ്ലാസത്തിൻ്റെ വിഭജനവും നടക്കാറുണ്ട്. എന്നാൽ ഇവിടെ ന്യൂക്ലിയസ് മാത്രമാണ് വിഭജനത്തിന് വിധേയമാകുന്നത്. ഇത് എങ്ങനെയാണ് നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം.
ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് ഒരു വലിയ സെല്ല് കാണാൻ പറ്റും, അതിനുള്ളിൽ ഒരു ന്യൂക്ലിയസിനെയും കാണാൻ പറ്റും. ഈ ന്യൂക്ലിയസിന് ഘട്ടം ഘട്ടമായി ചില മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ മാറ്റങ്ങൾ സംഭവിച്ചാണ് മെച്ചുറായ ഒരു എംബ്രിയോ സാക്ക് രൂപപ്പെടുന്നത്. ആ പ്രോസസ്സ് നമുക്ക് നോക്കാം. ദ ന്യൂക്ലിയസ് ഓഫ് ദി ഫങ്ഷണൽ മെഗാസ്പോർ ഡിവൈഡ്സ് ത്രൂ മൈറ്റോസിസ്. അപ്പോൾ എത്ര ന്യൂക്ലിയസ് ഉണ്ടായി? 2 എണ്ണം ഉണ്ടായി. What happens to these 2 nuclei? They move to the poles of the megaspore. അപ്പോൾ നമ്മൾ ഈ സെല്ല് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 2 അറ്റത്തുമായിട്ട് ഓരോ ന്യൂക്ലിയസുകൾ കാണാൻ പറ്റും. Each nuclei at the poles divide again. അപ്പം എത്ര ന്യൂക്ലിയസ് ഉണ്ടായി? മൈക്രോപൈലാർ എൻഡിൽ 2 എണ്ണം ഉണ്ട്, ചലാസൽ എൻഡിലും 2 എണ്ണം ഉണ്ട്. ഈ 2 പോൾസിലുമുള്ള ന്യൂക്ലിയസ് വീണ്ടും വിഭജിക്കുന്നു. അപ്പം എത്ര ന്യൂക്ലിയസ് വീതമായി? യു ക്യാൻ സീ 4 ന്യൂക്ലിയേ അറ്റ് ദ ചലാസൽ എൻഡ് ആൻഡ് 4 ന്യൂക്ലിയേ അറ്റ് ദി മൈക്രോപൈലാർ എൻഡ്. അപ്പം നമ്മൾ ഈ എംബ്രിയോ സാക്കിനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിൽ 8 ന്യൂക്ലിയൈ കാണാൻ പറ്റും. ഇവിടെ ന്യൂക്ലിയസിൻ്റെ വിഭജനം മാത്രമേ നടന്നിട്ടുള്ളൂ. സൈറ്റോപ്ലാസം വിഭജിക്കുകയോ ഈ ന്യൂക്ലിയസുകൾക്ക് ചുറ്റും സെൽ വോൾ ഫോമേഷൻ നടക്കുകയോ ചെയ്തിട്ടില്ല. അത് ഈ 8 ന്യൂക്ലിയസും ഫോം ചെയ്തതിന് ശേഷം നടക്കുന്ന പ്രോസസ്സാണ്. ഇനി നമുക്ക് ഈ 8 ന്യൂക്ലിയസ് എങ്ങനെയാണ് സെല്ലുകളായി മാറുന്നതെന്ന് നോക്കാം. See the figure once again. In the micropylar end, you can see a nucleus surrounded by a cell wall. This is somewhat large. If you look, you can see this large cell is called egg cell. On either side, you can see 2 nuclei. And these 2 nuclei are also surrounded by cell walls and they become 2 cells. These 2 cells are called synergids. Synergidsനെ ഒന്ന് സൂക്ഷ്മമായി നോക്കിയേ. എന്തെങ്കിലും പ്രത്യേകത കാണുന്നുണ്ടോ? You can see some cellular thickenings in the synergids. The cellular thickening seen in the synergids is called filiform apparatus. എക്സലിനോട് ചേർന്നാണ് സിനർജിഡ് ഇരിക്കുന്നത്. സിനർജിഡ്സിനുള്ളിലാണ് ഫിലിഫോം അപ്പാരറ്റസ് കാണുന്നത്. അപ്പോൾ എന്തെങ്കിലും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ അതിന് നിർവഹിക്കാനുണ്ടാവും അല്ലേ? ഇനി നമ്മൾ പിന്നീട് പഠിക്കാൻ പോകുന്ന പോളൻ ട്യൂബിൻ്റെ ഗ്രോത്ത്, ആ വരുന്ന പോളൻ ട്യൂബിനെ എഗ്ഗിൻ്റെ അടുത്തേക്ക് നയിച്ചു കൊടുക്കുന്നത് ഫിലിഫോം അപ്പാരറ്റസ് ആണ്. So we can say the function of filiform apparatus is to guide the pollen tube towards the synergids. അപ്പോൾ മൈക്രോപൈലാർ എൻഡിലുള്ള 3 സെൽസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. അവയുടെ സവിശേഷതകളും മനസ്സിലാക്കി. മൈക്രോപൈലാർ എൻഡിലുള്ള 3 സെൽസിനെയും കൂടി ഒരുമിച്ച് പറയുന്ന പേരാണ് egg apparatus. So we can say the egg apparatus constitute one large egg cell and 2 synergids. Micropylar endന് opposite ആയിട്ടുള്ള എൻഡാണ് ചലാസൽ എൻഡ്. How many nuclei you can see there? You can see 4 nuclei. Out of these 4 nuclei, cell walls are laid between 3 nuclei. അപ്പോൾ ചലാസൽ എൻഡിൽ 3 ന്യൂക്ലിയസുകൾക്ക് ചുറ്റിലുമായി സെൽ വോൾ രൂപീകരിച്ചു. അപ്പോൾ അവിടെ എത്ര സെൽസ് ഉണ്ടായി? 3 സെൽസ്. These 3 cells are called antipodals. അപ്പോൾ ചലാസൽ എൻഡിൽ ഒരു ന്യൂക്ലിയസിന് സെൽ വോൾ കിട്ടിയില്ല. മൈക്രോപൈലാർ എൻഡിലും 4 ന്യൂക്ലിയസ് ഉണ്ടായിരുന്നു. 3 പേർക്ക് മാത്രമേ സെൽ വോൾ കിട്ടിയുള്ളൂ. അപ്പോൾ മൈക്രോപൈലാർ എൻഡിൽ ഉണ്ടായിരുന്ന ഒരു ന്യൂക്ലിയസും ചലാസൽ എൻഡിൽ ഉണ്ടായിരുന്ന മറ്റൊരു ന്യൂക്ലിയസും 2 പേരും കൂടി 2 പോൾസിൽ നിന്നും സെല്ലിൻ്റെ ഏകദേശം സെൻറ്ററിലേക്ക് വരുന്നു. ഇങ്ങനെ 2 പോൾസിൽ നിന്നും വരുന്ന ഈ ന്യൂക്ലിയസുകളെ പറയുന്ന പേരാണ് പോളാർ ന്യൂക്ലിയൈ. അപ്പോൾ സെല്ലിൻ്റെ മെജോറിറ്റി ഭാഗവും കിട്ടിയിരിക്കുന്നത് ആർക്കാണ്? പോളാർ ന്യൂക്ലിയയ്ക്കാണ്. വി ക്യാൻ സേ പോളാർ ന്യൂക്ലിയൈ ആർ എൻക്ലോസ്ഡ് ഇൻ എ ലാർജ് സെൻട്രൽ സെൽ. അപ്പോൾ പോളാർ ന്യൂക്ലിയൈ കാണുന്ന ഈ വലിയ കോശത്തിനെ പറയുന്ന പേരെന്താണ്? സെൻട്രൽ സെൽ. സോ എംബ്രിയോ സാക്ക് ഉണ്ടായത് 4 മെഗാസ്പോർ ഉണ്ടാവുകയും 3 എണ്ണം നശിച്ചു പോയതിന് ശേഷം
ഒരെണ്ണം മാത്രം ഫങ്ഷണൽ മെഗാസ്പോറായി മാറുകയും ചെയ്തു. ആ ഫങ്ഷണൽ മെഗാസ്പോറാണ് ഇവിടെ എംബ്രിയോസാക്കായി രൂപപ്പെട്ടത്. ഇത്തരത്തിൽ ഒരു ഫങ്ഷണൽ മെഗാസ്പോറിൽ നിന്നും എംബ്രിയോസാക്ക് രൂപപ്പെടുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് മോണോസ്പോറിക് type of embryo sac development. So we can say in monosporic type of embryo sac development, the embryo sac develops from a single functional megaspore. ഇനി നമുക്ക് ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ പറ്റുമോ എന്ന് നോക്കാം. A mature embryo sac of most of the angiosperms is referred to as 7-celled and 8-nucleated. Can you answer? നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആ 8 ന്യൂക്ലിയസുകൾ, ഏതൊക്കെയാണ് ആ 7 cells. Watch the figure. In the micropylar end you can see 3 nuclei. Which are they? 1 egg nucleus, 2 synergids nuclei. And in the cell end also you can see 3 nuclei. Which are they? They are the antipodal nuclei. And at the center you can see 2 nuclei. So in total how many nuclei you can see? 8 nuclei. Now let us count the cells. How many cells you can see? In the cell end 3 cells. In the micropylar end 3 cells. And at the center 1 cell. So altogether how many cells you can see? 7 cells. So we can say a mature embryo sac contains 8 nuclei and 7 cells. Embryo sac-ന്റെ ഫോർമേഷനും എംബ്രിയോ സാക്കിനുള്ളിലെ സെൽസ് ഏതൊക്കെയാണെന്നും അവയിലുള്ള ന്യൂക്ലിയസ് ഏതൊക്കെയാണെന്നും ഒക്കെ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ഈ അസൈൻമെൻറ്റ് ഒന്ന് എഴുതിയെടുക്കാം. So let us write down these assignment questions. Copy the figure and label the 7 cells in the embryo sac. Second one, find out the ploidy of the cells of the nucellus, MMC, the functional megaspore and female gametophyte. Third one, find out the differences between microsporogenesis and megasporogenesis. ഇനി നമുക്ക് ഇന്ന് പഠിച്ചവ ഒന്ന് നോക്കാം. ഇന്ന് ആദ്യമായി നമ്മൾ പഠിച്ചത് ഗൈനീഷ്യത്തിൻ്റെ വിവിധ ടൈപ്പുകളെ കുറിച്ചാണ്. വി ഹാവ് ലേൺഡ് ദ വേരിയസ് ടൈപ്സ് ഓഫ് ഗൈനീഷ്യം. വി ഹാവ് ഓൾസോ ഡിസ്കസ്ഡ് ദ സ്ട്രക്ചർ ഓഫ് ഒവ്യൂൾ. വി ഹാവ് സീൻ ദ പ്രോസസ് ഓഫ് formation of megaspores through megasporogenesis. I think you have familiarized the development of embryo sac and also you know the number of cells and nuclei inside the embryo sac. ഇന്ന് പഠിച്ച സ്ട്രക്ചർ ഓഫ് ഒവ്യൂളിനെ കുറിച്ചും മെഗാസ്പോറോജെനസിസിനെ കുറിച്ചും അതുപോലെ എംബ്രിയോ സാക്കിനുള്ളിലുള്ള സെൽസും ന്യൂക്ലിയസും ഒക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. സംശയങ്ങൾ you can discuss with your teacher. Complete the assignment. Thank you.